നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാരെ വലച്ച് വിമാന സർവീസുകൾ വൈകുന്നു. പുലർച്ചെ 4:50 വരേണ്ടിയിരുന്ന ഇൻഡിഗോയുടെ റാസൽ ഖൈമ, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 5:30 എത്തേണ്ട അബുദാബി, ഇൻഡിഗോയുടെ 7:30 എത്തേണ്ട മസ്കറ്റ് എന്നീ വിമാന സർവീസുകളാണ് പ്രധാനമായും വൈകിയിരിക്കുന്നത്. അർച്ചന ചേരുകയാണ് വിശദാംശങ്ങളുമായി. അർച്ചന, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചിരുന്നു, ഈ ഇൻഡിഗോ ഇത്രയധികം സർവീസുകൾ വൈകിപ്പിക്കുന്നു, മുടക്കുന്നു, ഇത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇത് നെടുമ്പാശ്ശേരിയിലെ യാത്രക്കാരെ വലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യാത്രക്കാരുടെ പ്രതിഷേധവും മറ്റും ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി? കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധൂരി, തീർച്ചയായും യാത്രക്കാർ പൂർണ്ണമായും ദുരിതത്തിലായിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി എത്തിയ യാത്രക്കാരാണ്. ഇതുവരെ ഈ വിമാന സർവീസുകളൊന്നും എത്തിയിട്ടില്ല, അത് തുടങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 12 മണിക്കൂറിലധികമായി ആളുകൾ ഇങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുകയാണ്. അതിനിടെ ഇന്നലെ രാത്രി വലിയ പ്രതിഷേധങ്ങളൊക്കെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യാതൊരു അറിയിപ്പും ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് ഇത് സംബന്ധിച്ച് യാത്രക്കാർ പറയുന്നത്. 4ാം ദിവസമാണ് ഇൻഡിഗോ ഇത്തരത്തിൽ രാജ്യത്ത് വിവിധ എയർപോർട്ടുകളിലായി ഇത്തരത്തിൽ സർവീസുകൾ റദ്ദാക്കുന്നത്. കൊച്ചിയിൽ ഇന്നലെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത്. കാരണം ഇന്നലെ രാത്രി പുറപ്പെടേണ്ട ഒരു വിമാനങ്ങളും ഇന്ന് പുലർച്ചെ വരെ പുറപ്പെട്ടിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഈ ഷെഡ്യൂളുകൾ ഇങ്ങനെയാണ്. ഇന്ന് പുലർച്ചെ 4:50 വരേണ്ട ഇൻഡിഗോ റാസൽ ഖൈമ, ഒപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 5:30 എത്തേണ്ട അബുദാബി, ഇൻഡിഗോയുടെ 7:30 എത്തേണ്ട മസ്കത്ത് എന്നിവയാണ് ഇതുവരെ നെടുമ്പാശ്ശേരിയിൽ എത്താത്തത്. ഒപ്പം ഇന്നലെ രാത്രി 7:30 എത്തേണ്ടിയിരുന്ന അബുദാബി വിമാനം 12:25 എത്തിയത്. ഇത്തരത്തിൽ യാത്രക്കാരെ സംബന്ധിച്ച് പൂർണ്ണമായും ഈ വിമാനം റദ്ദാക്കുകയും ഒപ്പം വൈകി എത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് ഈ യാത്രക്കാരായുള്ളത്. ഇവരെല്ലാം പൂർണ്ണമായും വലഞ്ഞിരിക്കുകയാണ്. കാരണം മണിക്കൂറുകളായി ഇങ്ങനെ വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഇത് ഇപ്പോൾ മാത്രമുള്ളതല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ ജീവനക്കാരുടെ സമയം ക്രമീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തടസ്സം നേരിട്ടതെന്നാണ് ഇൻഡിഗോ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് വൈകുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ എപ്പോൾ വിമാനങ്ങൾ പുറപ്പെടുമെന്ന് സംബന്ധിച്ചോ എപ്പോൾ വിമാനം എത്തും എന്ന് സംബന്ധിച്ചോ ഒന്നും തന്നെ ഇതുവരെ യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള വിവരങ്ങളും കൈമാറിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധത്തിലേക്ക് വരെ ഈ സാഹചര്യങ്ങൾ എത്തുന്നത്. ഇന്നലെ രാത്രി എത്തിയ ആളുകളാണ് പലരും ഇപ്പോഴും വിമാനത്താവളത്തിൽ തന്നെ തുടരുന്നത്. ഒരറിയിപ്പും ലഭിക്കാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ദുരിതത്തിലായിരിക്കുകയാണ് വിമാനത്താവളങ്ങളിലുള്ള യാത്രക്കാരെല്ലാം തന്നെ. എന്തായാലും ഇത് കൊച്ചിയിലെ മാത്രം അവസ്ഥയല്ല, സമാനമായ എല്ലാ എയർപോർട്ടുകളിലും ഇതേ സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഇൻഡിഗോയും ഒപ്പം ഈ എയർ ഇന്ത്യയും ഇതേ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ച് തീരാ ദുരിതത്തിലായിരിക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇതുവരെ അവർക്കൊരു അറിയിപ്പും ലഭിക്കാതെയാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ വൈകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് യാത്രക്കാർ നീങ്ങാൻ ഉണ്ടായ സാഹചര്യവും. എന്തായാലും ജീവനക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ യാത്രക്കാരെ പൂർണ്ണമായും വലച്ചിരിക്കുന്നത്. സിന്ധൂരി.